സുധി ബിഗ് ബോസ് വീഡിയോ ഇട്ട് പോകണമെന്നും പറഞ്ഞ് കിടന്ന് കരയൊക്കെ ചെയ്യുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം പോലും ഓർമ്മയില്ലെന്ന് പറയുന്നു. എൻ്റെ രേണു, ഇത് ഓൾറെഡി എല്ലാവരും പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ഉള്ളതല്ല. അതിനകത്ത് തന്നെ നമുക്ക് പല കാര്യങ്ങളും, ഈ പറയുന്ന അഭിലാഷനാണെങ്കിൽ പോലും സ്വന്തം വൈഫിനെ പോലും ഓർമ്മയില്ലെന്ന് പറഞ്ഞാണ്. പിന്നെ എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ സുധിച്ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ആ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അത് നിങ്ങൾ പാഴാക്കാൻ നോക്കുകയാണെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച്. സുധി കാണിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം. ഓക്കെ, 30 ദിവസം നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇവർ അങ്ങനെ വലുതായിട്ട് കണ്ടന്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നൊന്നുമില്ല. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നര സാധനമായിരിക്കും അവർ കൊടുക്കുമെന്നേ. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ആ മസ്താനി വന്ന സമയത്തൊക്കെ ആണെങ്കിൽ എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഈ രേണുവിനെ ഈ യഥാർത്ഥത്തിൽ എനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടെങ്കിലും അതിനകത്ത് ചില കാര്യങ്ങളും സംസാര രീതികളൊക്കെ ഓക്കെയാണ്. നമ്മൾ ഉള്ള പോലെ പറയണമല്ലോ. ഓക്കെ, ഷോയാണ്, ഗെയിം കണ്ട കളിക്കണം. പക്ഷെ കളിക്കാതെ അവിടെ മാറി ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുമ്പോൾ ഇതുപോലൊരു ഷോയില്ല. ഇതൊക്കെ കിട്ടാന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമില്ല. അതിൻ്റെ ഒരു അവസരം കൊണ്ട് കളയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രേണുവിനെ ദേവി ചെയ്ത് പുറത്തോട്ട് വിടരുത്. കാരണം ഇല്ല, പ്രഗ്നൻ്റ് ആയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയാവുന്നുണ്ട്. അതുകൊണ്ട് ദേവി ചെയ്ത് ഇറക്കി വിടാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അവർക്ക് കൂടുതലും പ്രശ്നം ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ചേച്ചിയുടെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ഒന്ന് കാണാം. ഇതോണ്ടേ ഇരുന്ന് അങ്ങ് കരച്ചിലോടെ കരച്ചിൽ, നല്ല കരച്ചിൽ. എന്തിനാ ചേച്ചി ഇങ്ങനെ വെറുതെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇതൊരു ഷോയാണ്. എല്ലാവരുമായിട്ട് മിങ്കിളായിട്ട് നിൽക്കാൻ നോക്കുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. മൈൻഡ് ഓക്കെ അല്ല ബിഗ് ബോസ്, എനിക്ക് മൈൻഡ് ഓക്കെ അല്ല. ില്ല എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഇങ്ങനെ ഈ കരയിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. എനിക്ക് ഒന്ന് വീക്കെൻഡ് ആയെന്ന് തോന്നുന്നല്ലേ. ആയോ, ഇന്ന് ഡേറ്റ് എത്ര? നീ വ്യാഴമാണോ വെള്ളിയാണോ? എന്തായാലും ചേച്ചി കൊള്ളാം, കരഞ്ഞങ്ങ് മെഴുകുകയാണ്. നല്ല രീതി മെഴുകുന്നുണ്ട്, നല്ല രീതി പക്കയായിട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, ഇതൊരു ഷോയാണ്, അതവിടെ നിന്നേ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല, ജനങ്ങളുടെ അഭിപ്രായമാണ്. രേണുസുതി ഇറക്കി വിട് എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. കാരണം പുറത്തിറങ്ങുന്ന ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അവർ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ബിഗ് ബോസിന് അതല്ലേ പണി. നെവിനെ ഒന്ന് ഇറക്കി വിട്ടാൽ അത് പിന്നെ ഏത് രീതിയിലാണ്. എൻ്റെ രേണു ഈ ഒരു ഷോയിൽ നിന്ന് രേണു പുറത്തിറങ്ങുവാണെങ്കിൽ വീട്ടിൽ ഇരിക്കുമ്പോൾ ആലോചിക്കും വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ്. ഇത് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. നിങ്ങൾ എന്തിനു വേണ്ടി ഓടുന്നത്? എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഓരോരോ പ്രസംഗിക്കുമല്ലോ. ഡെയിലി നിങ്ങൾക്കൊരു പേയ്മെൻ്റ് ഉണ്ട്, ഡെയിലി ഒരു പേയ്മെൻ്റ് ഉണ്ട് രേണു. അത് കിട്ടുന്നുണ്ടല്ലോ, അതെങ്കിലും കിട്ടി സമാധാനിക്കാൻ നോക്കുക. ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം പോയി കഷ്ടപ്പെടുന്നതിനേക്കാൾ ഏറെ പൈസ അതിൽ നിന്ന് കിട്ടും. അതൊക്കെ കളയാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. അപ്പോൾ 1 മാസമായി എനിക്ക് പറ്റുന്നില്ലെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവള് ഈ പറയുന്ന രേണുസുതി വിശ്വസിച്ച് പോയ കുറെ കൂട്ടുകാരികളുണ്ട്. ഈ പറയുന്ന നിമിഷ, പിന്നെ ഹനാൻ പോലുള്ള കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പുറത്തിറങ്ങി എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത് നമുക്ക് നല്ല രീതി അറിയാം. അതിൻ്റെ ഇടയ്ക്കാണ് രേണുവിനെ അങ്ങോട്ട് ചെന്ന് കൊടുത്തുള്ള അവസ്ഥയൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ഈ ബിഗ് ബോസ് ഷോയുടെ. സുധിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഷോ വിട്ട് പോവില്ല. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. സുധിയുടെ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കും. പുറത്തിറങ്ങി കഴിയുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ആൾക്കാർ തന്നെ ആട്ടും, ഉറപ്പാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ആ കോട്ടയം ഭാഗത്ത് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇതാണ് ഒരാൾ ഷോയിലൊക്കെ പോയത്. പക്ഷേ രേണുവ പോയെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പുച്ഛം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം അതുപോലത്തെ തോന്നിയ ദിവസങ്ങളാണല്ലോ കാണിച്ചു വെക്കുന്നതൊക്കെ. ഓക്കെ, ഞാനിത് കുറേ വോയിസും കിടപ്പുണ്ട്, ഞാനിവിടെ വെച്ച് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ പറ, ചേച്ചി അവിടെ നിർത്തണോ വേണ്ട എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ബൈ, ലവ് യു ഓൾ.